തുർക്കിയിലെ അങ്കാറയിൽ നാറ്റോ ഉച്ചകോടി നടന്നപ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ കൈപിടിച്ച് ഒരു ഉറ്റ കൂട്ടുകാരനെ പോലെ ആതിഥേയ രാജ്യമായ തുർക്കിയുടെ പ്രസിഡന്റ് റജബ് തൊയ്യിബ് ഉർദുഗാൻ നടന്നു വരുന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വലിയ കൗതുക വാർത്തയായിരുന്നു. സത്യത്തിൽ വ്യക്തിബന്ധത്തിലൂടെ കാര്യം സാധിപ്പിക്കുവാനുള്ള തുർക്കിയുടെ ശ്രമമായിരുന്നു അതെന്ന് ഒറ്റ നോട്ടത്തിൽ എല്ലാവർക്കും മനസ്സിലാകും. ആ കൈപിടിക്കലിനും നടത്തത്തിനും പിന്നിൽ തുർക്കി ഒളിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. അതത്ര നല്ലതല്ല അറബ് രാജ്യങ്ങൾക്കും ഇസ്രയേലിനും. പലപ്പോഴും ഉർദുഗാന്റെ ചില നീക്കങ്ങൾ മികച്ച കയ്യടി നേടാറുണ്ട്, ചിലതൊക്കെ ലക്ഷ്യവും കാണാറുണ്ട്. അതൊക്കെയാണെങ്കിലും ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയുടെ പശ്ചാത്തലത്തിൽ തുർക്കിയുടെ മാറിയ രാഷ്ട്രീയ താല്പര്യങ്ങളും തന്ത്രങ്ങളും ആഗോള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയാവുകയാണ്. ഒരു വശത്ത് പാശ്ചാത്യ സൈനിക സഖ്യമായ നാറ്റോയിലെ നിർണായക ശക്തിയായിരിക്കുമ്പോൾ തന്നെ മറുവശത്ത് സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് സ്വതന്ത്രമായ വിദേശ നയം രൂപീകരിക്കാനാണ് പ്രസിഡന്റ് റജബ് തൊയ്യിബ് ഉർദുഗാൻ ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ അമേരിക്കയിൽ നിന്നും തുർക്കി എന്താണ് ആഗ്രഹിക്കുന്നത്? ട്രംപ് ഭരണകൂടവുമായി ഉർദുഗാൻ നടത്തുന്ന ചർച്ചകളിൽ തുർക്കിക്ക് പ്രധാനമായും ചില ആവശ്യങ്ങളുണ്ട്. അതിലൊന്നാമത്തേത് ആയുധ ഉപരോധങ്ങൾ നീക്കലാണ്. റഷ്യയിൽ നിന്ന് S-400 മിസൈൽ പ്രതിരോധ സംവിധാനം വാങ്ങിയതിനെ തുടർന്ന് അമേരിക്ക തുർക്കിയെ F-35 യുദ്ധവിമാന പദ്ധതിയിൽ നിന്ന് പുറത്താക്കുകയും ഉപരോധങ്ങൾ കൊണ്ടുവരികയും ചെയ്തിരുന്നു. തങ്ങൾക്ക് ലഭിക്കേണ്ട F-35 യുദ്ധവിമാനങ്ങൾ കൈമാറണമെന്നോ അല്ലെങ്കിൽ അതിനായി മുടക്കിയ തുകയ്ക്ക് പകരമായി അത്യാധുനിക F-16 യുദ്ധവിമാനങ്ങളും മറ്റു പ്രതിരോധ സാമഗ്രികളും തടസ്സമില്ലാതെ നൽകണം എന്നുമാണ് തുർക്കിയുടെ പ്രധാനപ്പെട്ട ആവശ്യം. രണ്ടാമത്തേത് സിറിയയിലെ കുർദിഷ് നയം അമേരിക്ക മാറ്റുക എന്നതാണ്. സിറിയയിലെ കുർദിഷ് സായുധ ഗ്രൂപ്പായ YPGക്ക് അമേരിക്ക നൽകുന്ന പിന്തുണ തുർക്കിക്ക് വലിയ ഭീഷണിയാണ്. YPGയെ ഒരു ഭീകര സംഘടനയായിട്ടാണ് തുർക്കി പ്രഖ്യാപിച്ചിരിക്കുന്നത്. തങ്ങളുടെ അതിർത്തി സുരക്ഷയ്ക്കായി സിറിയയിൽ US പിന്തുണയോടെയുള്ള കുർദിഷ് സ്വാധീനം ഇല്ലാതെയാക്കാൻ ട്രംപ് ഭരണകൂടം സഹായിക്കണമെന്ന് ഉർദുഗാൻ ട്രംപിനോട് ആവശ്യപ്പെടുകയാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം തങ്ങൾക്ക് സ്വന്തമായി കുർദിസ്ഥാൻ എന്ന രാജ്യം ലഭിക്കുമെന്ന് കുർദുകൾ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ സഖ്യകക്ഷികൾ തുർക്കിയുടെ അതിർത്തികൾ പുനർനിർണയിച്ചപ്പോൾ കുർദുകൾക്ക് രാജ്യം ലഭിച്ചില്ല. തുർക്കിയുടെ തെക്ക് കിഴക്കൻ ഭാഗം വേർപ്പെടുത്തി സ്വന്തം രാജ്യം രൂപീകരിക്കാൻ കുർദുകൾ ശ്രമിക്കുന്നത് തുർക്കിയുടെ അഖണ്ഡതയ്ക്ക് ഭീഷണിയാണ്. സിറിയൻ ആഭ്യന്തര യുദ്ധകാലത്ത് അവിടുത്തെ കുർദുകൾ ഐസിസിനെതിരെ പോരാടാൻ അമേരിക്കയെ സഹായിക്കുകയും സിറിയൻ അതിർത്തിയിൽ സ്വയം ഭരണ പ്രദേശം സ്ഥാപിക്കുകയും ചെയ്തു. എന്നാൽ ഈ കുർദിഷ് സ്വാധീനം തുർക്കിയിലെ കുർദുകൾക്ക് ആവേശം നൽകുമെന്നും അത് തുർക്കിക്ക് ഭീഷണിയാകുമെന്നും ഉർദുഗാൻ ഭയപ്പെടുന്നു. അതുകൊണ്ട് സിറിയയിലെ കുർദിഷ് പ്രദേശങ്ങളിൽ തുർക്കി സൈന്യം നിരന്തരം വ്യോമാക്രമണങ്ങളും സൈനിക നീക്കങ്ങളും നടത്തി വരികയാണ്. ഇത് ഇരുവരും തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾക്ക് കാരണമാകുമ്പോൾ തന്നെ തുർക്കിയിൽ ആഭ്യന്തരമായി അസ്വസ്ഥതകൾ നിറയുകയും ആ അസ്വസ്ഥതകളിലൂടെ തുർക്കി കടന്നു പോവുകയും പതിവാണ്. അതിന് കുർദുകളെ ഒതുക്കാൻ ട്രംപ് സഹായിക്കണമെന്നാണ് തുർക്കിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം. മറ്റൊന്നാണ് സാമ്പത്തിക ഉദാരവൽക്കരണം. ട്രംപിന്റെ മുൻ ഭരണകാലത്ത് തുർക്കിക്ക് മേൽ ഏർപ്പെടുത്തിയ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങളും നികുതികളും തുർക്കി സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്നു. ഉഭയകക്ഷി വ്യാപാരം വർദ്ധിപ്പിക്കാനും സാമ്പത്തിക ബന്ധം സുഗമമാക്കാനും തുർക്കി ആഗ്രഹിക്കുന്നു. അതേസമയം തന്നെ തുർക്കി അമേരിക്കയുടെ ഉറ്റ പങ്കാളിയായ ഇസ്രയേലുമായി നിരന്തരം കൊമ്പ് കോർക്കുന്നു. പശ്ചിമേഷ്യയിൽ ഇസ്രയേലിന്റെ നയങ്ങൾക്കെതിരെ ഏറ്റവും ശക്തമായി ശബ്ദമുയർത്തുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് തുർക്കി. ഇതിലൂടെ മിഡിൽ ഈസ്റ്റിൽ വലിയൊരു രാഷ്ട്രീയ സ്വാധീനമാണ് ഉർദുഗാൻ ലക്ഷ്യമിടുന്നത്. തുർക്കിക്ക് അമേരിക്ക യുദ്ധവിമാനങ്ങൾ നൽകുന്നതിനെ ശക്തമായി എതിർക്കുക ഇസ്രയേൽ സ്വാഭാവികമാണ്. അമേരിക്കയുടെ അത്യാധുനിക യുദ്ധവിമാനങ്ങൾ തങ്ങൾക്കെതിരായി ഉപയോഗിക്കപ്പെടുമോ എന്ന് ഇസ്രയേൽ ഭയക്കുന്നു. മാത്രവുമല്ല, മേഖലയിൽ ഇസ്രയേലിനുള്ള വ്യോമശക്തി കുറക്കപ്പെടുമെന്നും മറ്റൊരു ശക്തി കൂടി അവിടേക്ക് കടന്നു വരുമെന്നും ഇസ്രയേൽ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ യുദ്ധവിമാനം വിട്ടുകൊടുക്കാൻ അമേരിക്ക തീരുമാനിച്ചാൽ അത് ഇസ്രയേലിൻ്റെ ശക്തമായ എതിർപ്പ് മൂലമായിരിക്കും എന്നും നമ്മൾ കരുതേണ്ടതുണ്ട്. അടുത്തതാണ് ഇസ്രയേലും അറബ് ലോകത്തിനും ഒരേപോലെ ഭീഷണിയാകുന്ന വലിയൊരു വെല്ലുവിളി. 623 വർഷക്കാലത്തെ പ്രതാപമുണ്ടായിരുന്ന ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ കാലഘട്ടത്തിലെ ഖിലാഫത്ത് ഭരണം തിരികെ കൊണ്ടുവരാനും മുസ്ലിം ലോകത്തിന്റെ നേതൃസ്ഥാനം ഏറ്റെടുക്കാനും തുർക്കി താല്പര്യപ്പെടുന്നു. എന്നാൽ നിലവിൽ സൗദി, ഇറാൻ ബലാബലം ഇവിടെ നടക്കുമ്പോൾ അവിടേക്ക് പഴയ പ്രതാപകരത്തിലും സൈനിക കരുത്തിലും തുർക്കി കൂടി കടന്നു വരുന്നതിനെ ഇസ്ലാമിക രാജ്യങ്ങൾ ഭയക്കുകയും എതിർക്കുകയും ചെയ്യും. തുർക്കി സൈനികവും സാമ്പത്തികവുമായ ശക്തമായ ഒരു രാജ്യമാണ്.
മേഖലയുടെ മേധാവിത്വം തുർക്കിക്ക് ലഭിച്ചാൽ അറബ് രാജ്യങ്ങളുടെ പുരോഗതിയെ അത് സാരമായിട്ട് തന്നെ ബാധിക്കും. മാത്രവുമല്ല, പല അറബ് രാജ്യങ്ങളുമായും ഇസ്രയേലിന് മികച്ച ബന്ധങ്ങളുണ്ട്. എന്നാൽ തുർക്കി എത്തുന്നതോടെ ഇക്കാര്യത്തിൽ ഇസ്രയേലിനും മേഖലയിൽ തിരിച്ചടി കിട്ടും. ഹമാസിനെ പോരാളി സംഘടനയായി പ്രഖ്യാപിച്ച തുർക്കിയുടെ അവരോടുള്ള സമീപനം ഇസ്രയേലിന്റെ ഭാവിയെയും ബാധിക്കും. ഇസ്രയേൽ ഫലസ്തീൻ വിഷയത്തിൽ കടുത്ത നിലപാടുകൾ സ്വീകരിക്കുന്നതിലൂടെ അറബ് മുസ്ലിം ലോകത്തെ ജനങ്ങളുടെ പിന്തുണ നേടാനും ആഗോള മുസ്ലിം സമൂഹത്തിന്റെ സ്വാഭാവിക നേതാവായി ഉയരാനും സ്വയം പ്രതിഷ്ഠിക്കാനും തുർക്കി ശ്രമിക്കും. സൗദി അറേബ്യ, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളെ മറികടന്ന് മിഡിൽ ഈസ്റ്റിലെ മറ്റൊരു പ്രധാന ശക്തിയാവുക എന്നതാണ് തുർക്കിയുടെ ഈ തന്ത്രം. ഒരേ സമയം റഷ്യ യുക്രൈൻ സമാധാന ചർച്ചകൾക്ക് ആതിഥേയത്വം വഹിക്കുകയും മറുവശത്ത് ഇസ്രയേൽ വിഷയത്തിൽ നിലപാടെടുക്കുകയും ചെയ്യുന്നതിലൂടെ റീജിയണൽ പവർ ഹൗസായി മാറുകയുമാണ് തുർക്കിയുടെ മറ്റൊരു ലക്ഷ്യം. ഇറാൻ അമേരിക്ക സംഘർഷത്തിൽ പൂർണ്ണമായി അമേരിക്കൻ പക്ഷം ചേരാതെ തന്ത്രപരമായ സമദൂരം പാലിക്കാനും തുർക്കി ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു പക്ഷത്തോടും പൂർണ്ണമായി കൂറു പുലർത്താതെ തങ്ങളുടെ ദേശീയ താല്പര്യങ്ങൾക്ക് മാത്രം മുൻഗണന നൽകുന്ന തന്ത്രപരമായ സ്വയം ഭരണമാണ് തുർക്കിയുടെ പുതിയ നയം. നാറ്റോ അംഗമായിരിക്കുമ്പോൾ തന്നെ റഷ്യൻ പ്രസിഡന്റ് പുടിനുമായി ഉർദുഗാൻ അടുത്ത ബന്ധം പുലർത്തുന്നത് അതിനൊരു ഉദാഹരണമാണ്. ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്താൻ തുർക്കി തയ്യാറായില്ല. എന്നാൽ ഉക്രൈന് തദ്ദേശീയമായി നിർമ്മിച്ച ബൈരക്തൻ ഡ്രോണുകൾ നൽകാൻ തുർക്കി തയ്യാറാവുകയും ചെയ്തു. മറ്റൊന്നാണ് ആയുധ നിർമ്മാണത്തിലെ സ്വയം പര്യാപ്തത. വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറക്കാൻ തുർക്കി സ്വന്തമായി പ്രതിരോധ വ്യവസായം വികസിപ്പിച്ചെടുക്കുകയാണ്. തുർക്കിയുടെ ഡ്രോണുകൾ ഇന്ന് ആഗോളതലത്തിൽ വലിയ വിപണിയാണ് പിടിച്ചടക്കുന്നത്. കൂടാതെ തദ്ദേശീയമായി വികസിപ്പിച്ച 5ാം തലമുറ യുദ്ധവിമാനമായ കാൻ തുർക്കിയുടെ സൈനിക സ്വയം പര്യാപ്തതയുടെ ഒരു ഉദാഹരണമാണ്. പാശ്ചാത്യ രാജ്യങ്ങൾ ആയുധം നിഷേധിച്ചാൽ റഷ്യൻ, ചൈനീസ് അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളുടെ വിപണികളെ ആശ്രയിക്കുമെന്ന ബദൽ തന്ത്രവും തുർക്കിക്ക് സ്വന്തമായിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപും റജബ് തയ്യിബ് ഉർദുഗാനും തമ്മിലുള്ള വ്യക്തിപരമായ കെമിസ്ട്രി മികച്ചതാണെങ്കിലും രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം സങ്കീർണമായി തന്നെ തുടരും. കച്ചവട കണ്ണോടെ രാഷ്ട്രീയത്തെ സമീപിക്കുന്ന ട്രംപിന്റെ ശൈലി ഉർദുഗാന് പലപ്പോഴും അനുകൂലമാകാറുണ്ട്. ട്രംപിനെ വീഴ്ത്താൻ ഏറ്റവും നല്ലതാണ് ട്രംപിനെ പൊക്കി പറയുന്നത് എന്ന് തന്ത്രങ്ങളുടെയും കുതന്ത്രങ്ങളുടെയും ആശാനായ ഉർദുഗാന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ആ കൈപ്പിടുത്തവും ആ കെട്ടിപ്പിടുത്തവും ആ നടത്തവും ഒക്കെ ട്രംപിനെ വീഴ്ത്താനുള്ള ഒരു ഉപാധി മാത്രമാണ് ഉർദുഗാന്. നാറ്റോ രാജ്യങ്ങൾ പ്രതിരോധത്തിനായി കൂടുതൽ പണം ചെലവഴിക്കണമെന്ന ട്രംപിന്റെ ആവശ്യത്തെ കോടിക്കണക്കിന് ഡോളറിന്റെ ആയുധ കരാറുകൾ ഒപ്പുവെച്ചുകൊണ്ടാണ് തുർക്കി സ്വീകരിച്ചത്. എന്നാൽ അതേസമയം ഈ വിഷയത്തിൽ പരമ്പരാഗത പാശ്ചാത്യ നാറ്റോ രാജ്യങ്ങൾ ട്രംപിനെതിരായിരുന്നു എന്ന് നമ്മൾ ഓർക്കണം. ട്രംപും ഉർദുഗാനും തമ്മിൽ ധാരണകളിൽ എത്തിയാലും അമേരിക്കൻ കോൺഗ്രസും പെന്റഗണും തുർക്കിയുടെ റഷ്യൻ ബന്ധത്തെയും ഇസ്രായേൽ വിരുദ്ധ നിലപാടുകളെയും സംശയത്തോടെ കാണുമെന്നും ഉറപ്പാണ്. അതിനാൽ തന്നെ പൂർണ്ണമായ ഒരു സഖ്യകക്ഷി എന്നതിലുപരി ആവശ്യാനുസരണം മാത്രം പരസ്പരം സഹായിക്കുന്ന ഒരു ഇടപാട് ബന്ധമായി അഥവാ ട്രാൻസാക്ഷണൽ റിലേഷൻഷിപ്പായി തുർക്കി US ബന്ധം മാറുകയാണ് ചെയ്യുക. അങ്കാറയിൽ നടന്ന നാറ്റോ ഉച്ചകോടിയിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള തുർക്കി പ്രസിഡന്റ് ഉർദുഗാന്റെ ശരീരഭാഷയും നയതന്ത്ര നീക്കങ്ങളും അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ഗൗരവമേറിയ ചില സൂചനകളാണ് നൽകിയിരിക്കുന്നത്. ഇത് വെറുമൊരു സൗഹൃദ പ്രകടനത്തിനപ്പുറം തുർക്കിയുടെ ദീർഘകാല രാഷ്ട്രീയ സൈനിക താല്പര്യങ്ങൾ സംരക്ഷിക്കുവാനുള്ള മാസ്റ്റർ പ്ലാനായും ഇതിനെ വിലയിരുത്തുന്നുണ്ട്. സെക്രട്ടേറിയറ്റ് തലത്തിലോ ഔദ്യോഗിക ചാനലുകൾ വഴിയോ ചർച്ച നടത്തുന്നതിനേക്കാൾ രാഷ്ട്രത്തലവന്മാരുമായി നേരിട്ടുള്ള വ്യക്തിബന്ധത്തിന് മുൻഗണന നൽകുന്ന നേതാവാണ് ഡൊണാൾഡ് ട്രംപ്. ട്രംപിന്റെ ഈ ശൈലി നന്നായി അറിയുന്ന വ്യക്തിയാണ് ഉർദുഗാൻ. ട്രംപിനെ പുകഴ്ത്തുകയും ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നതിലൂടെ അമേരിക്കൻ ഭരണകൂടത്തിന്റെ തലപ്പത്ത് നിന്ന് തന്നെ നേരിട്ട് അനുകൂല തീരുമാനങ്ങൾ നേടിയെടുക്കുക എന്നതാണ് ഉർദുഗാന്റെ ലക്ഷ്യം. പ്രതിരോധ ചെലവുകൾ വർദ്ധിപ്പിക്കാത്തതിന് യൂറോപ്യൻ രാജ്യങ്ങളെ ട്രംപ് കടുത്ത ഭാഷയിൽ വിമർശിക്കുമ്പോൾ കോടിക്കണക്കിന് ഡോളറിന്റെ പുതിയ പ്രതിരോധ സംഭരണ കരാറുകൾ പ്രഖ്യാപിച്ചുകൊണ്ട് തുർക്കി ട്രംപിന്റെ ആവശ്യത്തെ പിന്തുണയ്ക്കുകയാണ്. ട്രംപിനോട് ചേർന്ന് നിൽക്കുന്നതിലൂടെ നാറ്റോ സഖ്യത്തിനുള്ളിലെ പാശ്ചാത്യ രാജ്യങ്ങൾക്കും അമേരിക്കയ്ക്കുമിടയിൽ ഒരു വലിയ മധ്യസ്ഥനായി മാറാനും തുർക്കിക്ക് ഇതുവഴി സാധിക്കും. ഇത് നാറ്റോയിൽ തുർക്കിയുടെ വിലപേശൽ ശേഷിയും വർദ്ധിപ്പിക്കും. ഇസ്രായേൽ ഫലസ്തീൻ വിഷയത്തിലും ഇറാൻ പ്രതിസന്ധിയിലും തുർക്കിയും അമേരിക്കയും രണ്ട് ധ്രുവങ്ങളിലാണ്. ഇസ്രായേലിനെ തുർക്കി കടുത്ത ഭാഷയിൽ വിമർശിക്കുമ്പോൾ ട്രംപ് ഇസ്രായേലിനൊപ്പമാണ്. എന്നാൽ ട്രംപുമായി വ്യക്തിപരമായ അടുപ്പം നിലനിർത്തുന്നതിലൂടെ മിഡിൽ ഈസ്റ്റിൽ അമേരിക്ക എടുക്കുന്ന കടുത്ത തീരുമാനങ്ങളുടെ തീവ്രത കുറക്കാനും മേഖലയിൽ തുർക്കിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും ഇതുവഴി ഉർദുഗാന് സാധിക്കുന്നു. സിറിയയിലെ കുർദിഷ് ഗ്രൂപ്പുകൾക്കുള്ള US പിന്തുണ അവസാനിപ്പിക്കാൻ ഈ അടുപ്പം
ഉർദുഗാൻ ആയുധമാക്കും. നാറ്റോ അംഗമായിരിക്കെ തന്നെ റഷ്യയുമായി അടുത്ത സാമ്പത്തിക സൈനിക ബന്ധം പുലർത്തുന്ന രാജ്യമാണല്ലോ തുർക്കി. ട്രംപിനെ സ്വാധീനിക്കുന്നതിലൂടെ റഷ്യയുമായുള്ള തുർക്കിയുടെ ഇടപാടുകൾക്ക് നേരത്തെ അമേരിക്ക കടുത്ത ഉപരോധങ്ങളിലേക്ക് നീങ്ങുന്നത് തടയാനും ഉർദുഗാന് കഴിയും. ഉക്രൈൻ റഷ്യ സമാധാന ചർച്ചകളിൽ പ്രധാന മധ്യസ്ഥനാകാൻ തനിക്ക് ട്രംപിന്റെ പിന്തുണയുണ്ടെന്ന് ലോകത്തെ കാണിക്കാനും ഉർദുഗാൻ ഇതിലൂടെ ശ്രമിക്കുന്നു. തുർക്കിയിലെ ജനങ്ങൾക്കിടയിലും മുസ്ലിം ലോകത്തും തന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ ഉർദുഗാന് ഇത് ഉപകരിക്കും. അമേരിക്കൻ പ്രസിഡന്റിനെ പോലും സ്വയം തന്ത്രങ്ങൾക്കനുസരിച്ച് കൈകാര്യം ചെയ്യാൻ കെൽപ്പുള്ള ശക്തനായ ഒരു ആഗോള നേതാവാണ് താനെന്ന് സ്വന്തം രാജ്യത്തെ ജനങ്ങൾക്ക് മുന്നിൽ തെളിയിക്കുവാനും ഉർദുഗാന് ഇതിലൂടെ സാധിക്കും. ചുരുക്കത്തിൽ ഇത് വെറുമൊരു സൗഹൃദമല്ല, മറിച്ച് വൻ ശക്തിയായ അമേരിക്കയെയും അതിന്റെ തലവനായ ട്രംപിനെയും കൃത്യമായി സ്വാധീനിച്ച് തുർക്കിയെ ആഗോള രാഷ്ട്രീയത്തിന്റെ കേന്ദ്ര ബിന്ദുവാക്കി മാറ്റുവാനുള്ള ഉർദുഗാന്റെ അതിസമർത്ഥമായ റിയൽ പൊളിറ്റിക്സ് തന്നെയാണ് എന്നതാണ് ഈ തന്ത്രത്തിന്റെ സൂചന.